കേരളത്തിലെ ഇന്ത്യയിലെ കാത്തലിക് സഭ മാറി ചിന്തിക്കേണ്ട സമയമാണ് ഇത്. ഇനി ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും കേരളത്തിലെ കാത്തലിക് സഭ, അതായത് കേരളത്തിലെ ഇലക്ഷൻ നടക്കുകയാണ്. എനിക്കറിയാവുന്ന കാത്തലിക് സഭയിലെ പല അച്ഛന്മാരും, അതായത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ്, അതേപോലെ തന്നെ അവർ സ്ഥിരമായിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും BJPക്കും നരേന്ദ്രമോദിക്കും ജനസംഖ്യ, അതായത് സംഘപരിവാറിനൊക്കെ അനുകൂലമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റും വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 1.5-2 മാസമായിട്ട് അതൊന്നും കാണാനില്ല. അപ്പം അതൊരു ഇഷ്യൂ തന്നെയാണ്. അവർക്കിപ്പോൾ ഇപ്പോഴാണ് കേരളത്തിലെ കാത്തലിക് സഭയ്ക്ക് മെത്രാന്മാർക്കും അച്ഛന്മാർക്കും, അതായത് BJP ആയിരുന്ന പല ആൾക്കാർക്കും യഥാർത്ഥത്തിൽ പിടികിട്ടിയത്. അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ 3ാമത്തെ ടേം എന്ന് പറയുന്നത്, യു ടേക്ക് ഇറ്റ് ഫ്രം മീ, എൻ്റെ വാക്കാണ് നിങ്ങളോട്, കാത്തലിക്സിലെ സഭ അച്ഛന്മാരും വിശ്വാസികളും, നിങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. 3ാമത്തെ ടേം എന്ന് പറയുന്നത് കാത്തലിക് സഭയെ ഇന്ത്യയിൽ നിന്നും നശിപ്പിക്കുക എന്നത് അവരുടെ ഒരു അജണ്ടയാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ അജണ്ടയുടെ കാരണം? ഞാൻ ഓരോന്ന് പറയുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഓരോന്നിൻ്റെ വെർട്ടിക്കൽസ് എന്തുവാണെന്ന്. മോദി ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി അജണ്ടയാണ് 2ാമത്തെ ടൈം മുതൽ, അതായത് ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഇന്ത്യ ആകമാനം വരണം. അതായത് അമിത്ഷാ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, പല ആവർത്തി പറഞ്ഞു, ഒരു സമയം ഉണ്ടാകും, അതായത് ഇംഗ്ലീഷ് പറയുന്നവരെ അടിച്ചോടിക്കുന്ന സമയം, അവരെ അവഹേളിക്കുന്ന സമയം, നാണം കെടുന്ന സമയം. ഇതൊക്കെ നിങ്ങൾക്കറിയാം ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണ്ട, ഇവിടെ ഹിന്ദി എഡ്യൂക്കേഷൻ മതി. അതായത് ഈ പറയുന്ന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 5000 വർഷത്തെ സംസ്കാരം, 5000 വർഷമേ ഇന്ത്യയുടെ സംസ്കാരം. ഒരു 10, 70, 50, 60 വർഷം അങ്ങോട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ കോടകം പോലും ഇല്ലാത്തവന്മാരായിരുന്നു. അതായത് ഞാനും നിങ്ങളും ഇന്ത്യയിൽ. അതാണ് ഈ 5000 വർഷം. അപ്പോൾ 5000 വർഷം മുമ്പ് എന്ത് കുന്തമായിരുന്നു ഇന്ത്യയിൽ? അതിനെപ്പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. അതായത് മനസ്സിലാക്കേണ്ടത് 5000 വർഷം ആ ഒരു സംസ്കാരത്തിലൊക്കെ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകണം.